നമസ്കാരം. കർക്കിടക മാസ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ജൂലൈ 17-ാം തീയതിയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത് ഈ വർഷം. പുണർതം നാളിന്റെ ഒടുവിലുള്ള 15 നാഴിക പൂയം, ആയില്യം ഇവ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വരുന്ന കർക്കിടക മാസം ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നത് എന്ന് അർത്ഥം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നില്ല. കുറച്ച് കാലതാമസമൊക്കെ വന്നേക്കാം. പരിശ്രമം തുടരേണ്ടത് ആവശ്യമാണ്. ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ കർക്കിടക മാസത്തിൽ തന്നെ അത് നടക്കണമെന്നില്ല. എങ്കിലും പരിശ്രമം നന്നായി തുടരുകയാണെങ്കിൽ അധികം വൈകാതെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാതെ, തെറ്റുകൾ ഉണ്ടാകാതെ പ്രത്യേകം കരുതലെടുക്കണം. ഇല്ലെങ്കിൽ ധനനഷ്ടം വരാം. അന്യദേശത്ത് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടാകാതെ നോക്കണം. നിങ്ങൾക്ക് ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ വരാം, തടസ്സങ്ങൾ വരാം. കർമ്മരംഗത്ത് പല രീതിയിലുള്ള ജോലി സമ്മർദ്ദങ്ങളും മറ്റ് അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ഇല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്ന ഗുണമുണ്ടാവില്ല. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. പുതിയ പ്രവർത്തന മേഖലയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെപ്പറ്റി ശ്രദ്ധിച്ചു പഠിച്ചു തന്നെ ചെയ്യുക. വിവിധ മേഖലകളിൽ സ്വന്തമായി പ്രവർത്തിക്കുന്നവരും വളരെ ആഴത്തിൽ കാര്യങ്ങൾ പഠിച്ച് ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം. നിങ്ങൾക്ക് മനസ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചില പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം. കുടുംബത്തിൽ പലവിധ അസ്വസ്ഥതകൾ ഉണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങളും കാര്യപരാജയങ്ങളും ഒക്കെ അനുഭവപ്പെടാം. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലതരത്തിലുള്ള അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടാകുന്നതായിട്ട് കണ്ടേക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. പ്രധാന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ആലോചിച്ച് വേണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ കർക്കിടക മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കടന്നുപോകും. കർക്കിടക വാവുബലി ശ്രദ്ധയോടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പിതൃക്കളുടെ അനുഗ്രഹാശീർവാദങ്ങൾ ശരിയായി ലഭിക്കുന്നതിനും അതുവഴി ജീവിത പുരോഗതി നേടുന്നതിനുമായി അതിവിശിഷ്ടമായ സത്യനാരായണ പൂജ എന്ന കർമ്മം ഏറ്റവും ശാസ്ത്രീയമായി തന്നെ ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും.